എല്ലാവർക്കും വറ്റും വെള്ളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സദ്യക്കും മറ്റെല്ലാം കഴിക്കുന്ന ഒരു ഡിഷായിട്ടാണ് അവിയൽ. ഇതിന് നമുക്ക് വീട്ടിലുള്ള എന്തെല്ലാം പച്ചക്കറികളെല്ലാം ചേർക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ എന്തെല്ലാം അവൈലബിൾ അത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത് ചേന, ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, മുരിങ്ങാക്കോല്, ഇതതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു അരമുറി തേങ്ങ ചിരവിയത് നമുക്കൊരു ഗ്രൈൻഡറിലേക്ക് ഇടുക. ഒരു ടീസ്പൂൺ ജീരകം, 2-3 ചെറിയ ഉള്ളി, പച്ചമുളക് 2-3. നിങ്ങളെ എരിവ് എങ്ങനെയാണെന്ന് അതിന് കണക്കായിട്ട് ഞാൻ ഇത് എരിവ് കുറവാണ്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഒന്ന് നമുക്ക് ചതുക്കി എടുക്കണം, അധികം അരയരുത്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് ഈ വെജിറ്റബിൾസ് മൊത്തം ഈ കുക്കറിലേക്ക് ഇടുക. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് നല്ല കട്ട തൈര് ഇടുക. പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടിക്കിടാം. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ഇടുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ചതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ചതുക്കി വെച്ചിട്ടുള്ള അതിൻ്റെ അകത്തേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പച്ചക്കറി അധികം പൊട്ടിപ്പോവില്ല, വെന്ത് ഇങ്ങനെ പൊട്ടിപ്പോവില്ല, ഇങ്ങനെ പൊട്ടൂല. ഇനി ഇതിൽ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. കരിവേപ്പില പിന്നെ ചേർക്കണം, പക്ഷെ ഇപ്പം ചേർത്ത് കൊടുക്കുക. അതായത് കുറച്ച് വെളുത്തുള്ളി ചതുക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു വെജിറ്റബിൾസിന് എടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെജിറ്റബിൾസിന് കണക്കായിട്ട് നിങ്ങൾക്ക് കൂടുതലും കുറച്ചും ഒഴിക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾസ് അത്ര ഒരു 5 ടേബിൾ സ്പൂൺ കണക്കായിട്ട് ഇട്ടിട്ടുള്ളൂ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ, ഒറ്റ വിസിൽ മാത്രം മതി. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ. അപ്പോൾ ഇതിൻ്റെ ഗ്യാസെല്ലാം പോയിട്ടുണ്ട്. ഒറ്റ വിസിലാണ് അടിച്ചത്. കറക്റ്റ് വന്നിട്ടുണ്ട്. ഇത് എന്താ ഒന്നും ഇളകി പോയിട്ടൊന്നുമില്ല. ഇപ്പം നമുക്ക് കഷ്ണം മുറിച്ചിടുന്നതിൻ്റെ ഒരു ടൈമേ ഉള്ളൂ. ബാക്കി നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ബാക്കിയെല്ലാം ആവും. ഇതിനകത്തേക്ക് ഒരു കരിവേപ്പില, 1-2 കരിവേപ്പില ഇടുക, നിങ്ങളുടെ ഇഷ്ടത്തിനത്. അങ്ങനെ കരിവേപ്പില. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു വെളുത്തുള്ളി ചതച്ചത്, അതും കൂടി അതിലേക്ക് ഇടുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിന് മുമ്പേ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇതിൻ്റെ മുകളിലായി കൊടുക്കാം. ഇതൊന്നും കൂടി ഒന്ന് ഇളക്കുക. ഇപ്പം നമ്മൾ ആയിട്ടുണ്ട്, അവിയലായിട്ടുണ്ട്. അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് വേറെ എന്തെങ്കിലും ഒരു ഡിഷുമായിട്ട് വരാം. എൻ്റെ വറ്റും വെള്ളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം.